നിശബ്ദ പ്രചാരണം കടക്കുന്ന വേളയിൽ കന്യാകുമാരിയിൽ ധ്യാനനിരതനായി 45 മണിക്കൂർ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെഡ്ലൈൻസിൽ അപ്പോഴും ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക്, സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്തേക്ക് എത്താൻ പോവുകയാണ്. അലമീൻ ഇപ്പോൾ കാണാം, അലമീന്റെ കാഴ്ച പരിധിയിലേക്ക് ധ്യാനത്തിനെത്തുന്നു നരേന്ദ്രമോദി, അല്ലേ? അതാണ് സുജയ ദൃശ്യങ്ങളിൽ കാണുന്നത്. കന്യാകുമാരി ദേവീക്ഷേത്ര ദർശനം കഴിഞ്ഞ് സുരക്ഷാ വലയത്തിൽ, കടലിലെ സുരക്ഷാ വലയത്തിൽ ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ വലയപ്പെട്ട് NSG ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV ഇപ്പോൾ എത്തിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാന നിമഗ്നനായിരിക്കും. നിരവധി ആളുകൾ ആ കാഴ്ച കാണുന്നതിന്, അദ്ദേഹത്തിൻ്റെ യാത്ര കാണുന്നതിനും ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. ഇന്ന് അല്പം മുമ്പാണ് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം കന്യാകുമാരി ദേവി ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷമാണ് കന്യാകുമാരി ദേവിയുടെ പാദസ്പർശം കൂടി ഏറ്റിട്ടുള്ള വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. ഒപ്പം വിവേകാനന്ദ സ്വാമി ധ്യാനമിരുന്ന ആ ധ്യാന മണ്ഡപത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കടലിലും ആകാശത്തും അതുപോലെ തന്നെ കരയിലും ഒരുപോലെ സുരക്ഷാ വലയം ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയെ കന്യാകുമാരിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നത്. നേരത്തെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. 3 ഹെലികോപ്റ്റർ ആകാശത്തൂടെ വലയം വെച്ച് വരുന്നു. അതിൽ ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി, ചുറ്റും സുരക്ഷ ഒരുക്കിക്കൊണ്ട് വഴികാട്ടിക്കൊണ്ട് മറ്റു 2 ഹെലികോപ്റ്ററുകൾ. അങ്ങനെ വന്ന ഹെലികോപ്റ്റർ പിന്നീട് ഹെലിപാഡിലേക്ക് പറന്നിറങ്ങുന്നു. ശേഷം ഗസ്റ്റ് ഹൗസിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം, കാരണം അദ്ദേഹം പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്, അവിടെ നിന്നാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത്. ഇപ്പോൾ കന്യാകുമാരിയിലെ ക്ഷേത്ര ദർശനം കൂടി പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ സ്മരണകൾ ഉയരുന്ന, വിവേകാനന്ദ സ്മാരകം കൂടിയായിട്ടുള്ള, വിവേകാനന്ദ ധ്യാന നിമഗ്നനായിരുന്ന ആ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം വരെ ഉള്ള 45-50 മണിക്കൂർ പ്രധാനമന്ത്രി ഇനി അവിടെ ധ്യാന നിമഗ്നനായിരിക്കും. ആ പ്രധാനമന്ത്രി ആ വിവേകാനന്ദ പാറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ തിരുവള്ളുവർ പ്രതിമയുമുണ്ട്. ആ തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി ധ്യാന നിമഗ്നനാകുന്നതിന് വേണ്ടി ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമാവുകയാണ് എങ്കിൽ പ്രധാനമന്ത്രി ധ്യാന നിമഗ്നനാവുക ഈ പറയുന്ന വിവേകാനന്ദ കേന്ദ്രത്തിൽ മാറി ഒരു വിവേകാനന്ദ സെന്റർ ഉണ്ട്, അവിടെയായിരിക്കും ധ്യാനമിരിക്കുക എന്നുകൂടി നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളില്ല. പ്രധാനമന്ത്രി സഞ്ചരിച്ചിരുന്ന, അല്ലെങ്കിൽ ആ കരയിൽ നിന്ന്, ബോട്ട് ജെട്ടിയിൽ നിന്ന് പ്രധാനമന്ത്രി കയറിയ ആ ബോട്ട് ആ വിവേകാനന്ദ പാറയ്ക്കടുക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. അവിടെ ഇറങ്ങിയതിനു ശേഷം കന്യാകുമാരി ദേവിയുടെ പാദസ്പർശമേറ്റ വിവേകാനന്ദ പാറ, അതോടൊപ്പം വിവേകാനന്ദ സ്മരണകൾ ഉയരുന്ന അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ വിവേകാനന്ദ പാറ, അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം കേദാർനാഥിലെ മലയിടുക്കിലായിരുന്നു, ഗുഹയ്ക്കുള്ളിലായിരുന്നു ധ്യാന നിമഗ്നനായതെങ്കിൽ ഇത്തവണ ത്രിവേണി സംഗമ ഭൂമിയായ കന്യാകുമാരിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പല സമയങ്ങളിലായി അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക് എത്തിയിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. ഉത്തരേന്ത്യയിൽ പ്രത്യേക കണ്ണെറിഞ്ഞുകൊണ്ട്, ഉത്തരേന്ത്യയിൽ പ്രത്യേക ചൂണ്ടയെറിഞ്ഞുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് BJP മുന്നോട്ട് പോയി. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലങ്ങൾക്ക് കുടിയിറങ്ങുമ്പോൾ ആ തിരക്കുകളിൽ നിന്ന് ശാന്തത തേടി പ്രധാനമന്ത്രി എത്തുന്നതും ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തേക്കാണ്, ഒരു തുരുത്തിലേക്കാണ് എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട് ഈ ഇപ്പോഴത്തെ സന്ദർശനത്തിന്. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി ധ്യാനത്തിനായി സമയം തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിന് നല്ല സമയമായി കാണുന്നത്. അതിന് പിന്നിലെ വികാരവും അതിന് പിന്നിലെ രാഷ്ട്രീയവും അതിന് പിന്നിലെ താല്പര്യവും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പരസ്യ പ്രചരണത്തിന് കൊടിയിറങ്ങി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുമ്പോൾ ഇനിയുള്ള ആ നിശബ്ദ അലമീൻ, ഈ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബംഗാളിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്നെത്തിയ നരേന്ദ്രൻ എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ആദ്യകാല നാമം. ആ നരേന്ദ്രൻ വന്നിരുന്നിടത്തേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ധ്യാനമിരിക്കാൻ പോകുന്നത്. ബംഗാളിലെ മണ്ഡലങ്ങളടക്കം വോട്ടെടുപ്പിലേക്ക് പോകുന്ന 7ാം ഘട്ടത്തിൽ അതിന്റെ നിശബ്ദ പ്രചാരണ വേളയിൽ, വോട്ട് പോൾ ചെയ്യുന്ന വേളയിൽ, 1-ാം തീയതി പോളിംഗ് നടക്കുമ്പോഴും അദ്ദേഹം ധ്യാനത്തിലായിരിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP വലിയ വിജയം
പ്രതീക്ഷ പുലർത്തുമ്പോഴും മൂന്നാം തവണയും അധികാരത്തിലേക്ക് മടങ്ങിയെത്തും, അധികാരം തുടരുമെന്ന് പറയുമ്പോഴും നേരിയ തോതിലെങ്കിലും ആശങ്ക BJP കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കൊരു വിജയക്കുതിപ്പ് BJPക്ക് സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് BJPക്ക് മറ്റൊരു നരേന്ദ്രനാകാനായിട്ട് നരേന്ദ്രമോദിക്ക് ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രാധാന്യം കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് ധ്യാന നിമഗ്നനാവാൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ, നരേന്ദ്രമോദി എത്തുമ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഈ കന്യാകുമാരി നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ കാറ്റിനെ ഏതു തരത്തിലായിരിക്കും സ്വാധീനിക്കുക? തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലത്തെ രാഷ്ട്രീയ കാറ്റിനെ ഈ ധ്യാനം, മോദിയുടെ ഈ നീക്കം ഏതു വിധത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേറെ നിർണായകവുമാണ്. അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷമൊക്കെ സജീവ ചർച്ചയാക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ ബോട്ടിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ദൂരക്കാഴ്ചയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ദൃശ്യങ്ങളും ആ ദൂരക്കാഴ്ചയിൽ തന്നെയാണ്. ഒരുപക്ഷേ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഒക്കെ കീഴിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷേ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടാവും. അത്തരം ഏജൻസികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടാവും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ സ്വന്തം ക്യാമറയിൽ നിന്നുള്ള കാഴ്ച തന്നെയാണ്. പ്രധാനമന്ത്രി നടന്നു പോകുന്ന കാഴ്ച. ബോട്ടിൽ നിന്നിറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് നടന്നു പോകുന്ന ശുഭ്രവസ്ത്രധാരിയായിക്കൊണ്ട് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ വലയത്തിൽ ആകാശത്തും കടലിലും കരയിലും ഒരുപോലെ സുരക്ഷയൊരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് ഈ കന്യാകുമാരിയിലേക്ക് ഒരു ഈച്ച പോലും കടന്നു വരാതെ സുരക്ഷാ വേലി കെട്ടി കാക്കുകയാണ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കുകളിലും കോലാഹലങ്ങളിലുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ശാന്തത തേടി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. ശാന്തത തേടി എത്തിയെന്ന് പറയുമ്പോൾ, ആ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുള്ള മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ അതും ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. അങ്ങനെ തന്നെ വേണം അതിനെ വിലയിരുത്താനും. കാരണം ഈ സമയം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു ഒരു ധ്യാനത്തിന്, ഒരു ശാന്തതയ്ക്ക് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതിന് പിന്നിലും മറ്റൊരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ളത് തന്നെയാണ്. മോദി നിശബ്ദനായിരിക്കുമ്പോൾ, ഇനി രാജ്യം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ, മോദി നിശബ്ദനായിരിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള സന്ദേശമാണ്, മറ്റൊരു തരത്തിലുള്ള പ്രചരണമാണ്, മറ്റൊരു തരത്തിൽ വോട്ടർമാരിലേക്ക് നേരിട്ടെത്തുകയാണ് നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ ധ്യാന മണിക്കൂറുകൾ. 45 മണിക്കൂറാണ് 3 ദിവസങ്ങളിലായി, ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസങ്ങളായി 45 മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാന നിമഗ്നനായി ഇരിക്കുക. രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്ന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറിൽ വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ആ പോളിംഗ് പൂർത്തിയാകുന്ന വേളയിലായിരിക്കും അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് തിരികെ എത്തുക. ധ്യാനത്തിലായിരിക്കുമ്പോൾ, നിശബ്ദനായിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം അത് ചർച്ചയാകുന്നു. ധ്യാനത്തിലിരിക്കുന്ന 45 മണിക്കൂറും വാർത്താ തലക്കെട്ടുകളിൽ നരേന്ദ്രമോദി ഇടം പിടിക്കുകയും ചെയ്യുന്നു. കന്യാകുമാരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.